പരിശുദ്ധ അമ്മ തൻ്റെ മാതാപിതാക്കളായ യുവാക്കുമിൻ്റെയും അന്നയുടെയും മാതാപിതാക്കളായ അവരുടെ കുട്ടിയായിട്ട് ദൈവം നൽകിയ ശിശുവായിരുന്നു. അവരുടെ വാർദ്ധക്യത്തില് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്താലാണ് ആ മാതാപിതാക്കൾക്ക് പരിശുദ്ധ അമ്മയെ ലഭിച്ചത്. അതിൻ്റെ പാരമ്പര്യ കഥകളൊക്കെ ഉണ്ട്. വന്ധ്യ എന്ന് വിളിച്ചിരുന്ന അന്ന, വിശുദ്ധ അന്ന, ആ വിശുദ്ധയ്ക്ക് അതുപോലെ യുവാക്കീമും അവര് കുട്ടികളില്ലായിരുന്നു. അവർക്ക് നല്ല സമ്പത്ത് ഭവനത്തില് ഉണ്ടായിരുന്നവരായിരുന്നു. ഗലീലിയായിലെ നസ്രത്തിലായിരുന്നു അവരുടെ കുടുംബം. അങ്ങനെ അവരെ എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തില് തിരുനാളിൻ്റെ അവസരത്തിൽ, പ്രധാന തിരുനാളിൻ്റെ അവസരത്തിൽ പോയിരുന്നു. അപ്പോൾ അവർ മുട്ടിപ്പായി അവിടെ പ്രാർത്ഥിച്ചിരുന്നു, തങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച അവസരത്തിൽ ഒരിക്കൽ അവിടുത്തെ പുരോഹിതൻ അവരെ പരിഹസിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് വലിയ മനോവ്യഥയുണ്ടായി. അടുത്തുള്ള യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യുവാക്കീം പിതാവ് പോയി എന്നാണ് പറയുന്നത്. ദുഃഖഭാരത്താൽ അവിടെ അട്ടിടയന്മാരോടുകൂടി കുറച്ച് നാളുകൾ താമസിച്ചു. അന്ന ദുഃഖഭാരത്തോടുകൂടി ഭവനത്തിലേക്ക് തിരിച്ചു പോരുന്നു. പരിഹാസമൊക്കെ ഏറ്റുവാങ്ങി. മക്കളില്ല എന്ന് പറഞ്ഞാൽ വലിയ അപമാനമാണ്. അപ്പൊ ആ കൂട്ടത്തില് അവരെ പരിഹസിക്കുക എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പാരമ്പര്യത്തില് വലിയ അപമാനമാണ്. ഈ അപമാനം സഹിച്ചുകൊണ്ട് അവര് ദൈവത്തിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആശ്രയത്തോടുകൂടി മുട്ടിപ്പായി അവർ പ്രാർത്ഥിച്ചു. ആ അവസരത്തിലാണ് ദൈവത്തിന്റെ മാലാഖ അവർക്ക് രണ്ടുപേർക്കും രണ്ട് സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഒരു കുട്ടിയെ നൽകുവാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീണ്ടും ജെറുസലേം ദേവാലയത്തിലെ സ്വർണ്ണ കവാടത്തിൽ വെച്ച് അവര് പരസ്പരം കണ്ടുമുട്ടുകയും അങ്ങനെ ആ കർത്താവിന്റെ മാലാഖ പറഞ്ഞതുപോലെ അവർക്ക് അധികം താമസിക്കാതെ തന്നെ ഒരു കുട്ടി പൈതല് ജനിക്കുകയും ചെയ്തു. ആ പൈതലിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ അവര് നിശ്ചയിക്കുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധ മറിയത്തിന് 3-ാം വയസ്സില് ദേവാലയത്തിൽ അവരെ സമർപ്പിച്ചത്. അവിടെ മറ്റ് ബാലികമാരോടുകൂടി കന്യകമാരോടുകൂടി പരിശുദ്ധ അമ്മ ഏതാണ്ട് 12 വയസ്സ് വരെ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്, ജെറുസലേം ദേവാലയത്തിൽ. അങ്ങനെ താമസിച്ചതിന് ശേഷം പിന്നെ വിവാഹപ്രായത്തിൻ്റെ അവസരത്തിൽ തിരിച്ച് സ്വന്തം ഭവനത്തിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീടാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും അവൾക്കൊരു കുട്ടി ജനിക്കുമെന്നെല്ലാം പറയുന്ന ആ സംഭവങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വലിയ സത്യം നമുക്ക് ഓർമ്മിച്ചുകൊണ്ടാണ് 3-ാമത്തെ വയസ്സിൽ പരിശുദ്ധ അമ്മയെ മാതാപിതാക്കള് ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിച്ച ആ ദിവസമായി സഭ ആചരിക്കുന്ന തിരുനാളാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മായൽത്ത തിരുനാള്, അഥവാ ദേവാലയ പ്രവേശനത്തിൻ്റെ ആ തിരുനാള്. ദേവാലയത്തിൽ മാതാവിനെ സമർപ്പിച്ചതായിട്ടുള്ള ആ തിരുനാള്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആധുനിക ലോകത്തിലെ സഭ വത്തിക്കാൻ സൂനകദോസില് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സത്യം, സഭയുടെ പ്രമാണ രേഖയായ ജനതകളുടെ പ്രകാശം എന്ന ആ പ്രമാണരേഖയിലാണ്, വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ പ്രമാണരേഖയിലാണ് സഭ മാതാവിനെ കുറിച്ച് വളരെ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, 8-ാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്.
അപ്പോൾ സഭ അതിലൂടെ നമ്മളോട് പറയുന്നത്, പരിശുദ്ധ അമ്മ സഭയിൽ നിന്നും മാറിയ ഒരാളല്ല, സഭയിലെ വ്യക്തിയാണ്, അതിലെ അംഗമാണ്. കർത്താവ് അവളെ രക്ഷിച്ചതാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെട്ടവള് ആകുമ്പോൾ തന്നെ സഭയിലെ അംഗമാണവള്. അല്ലാതെ അതിൽ നിന്നും, സഭയിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വിശുദ്ധ മറിയാമിനെ നമുക്ക് ബഹുമാനിക്കുവാനോ കാണുവാനോ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ കർത്താവുമായിട്ട് അവിടെ പഠിപ്പിക്കുന്നത് അഭേദ്യമായ ബന്ധത്തിലാണ് അവൻ്റെ അമ്മ എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ രൂപങ്ങളോ ഐക്കണുകളോ പടങ്ങളോ ഒക്കെ നമ്മൾ കാണുമ്പോൾ അമ്മയോടൊപ്പം എപ്പോഴും കുഞ്ഞും ഉണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുമനെ മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളെ നമുക്കൊരിക്കലും കാണുവാനായിട്ട് സഭയിൽ സാധ്യമല്ല. പൗരസ്ത്യ പാരമ്പര്യം അതാണ് നമ്മളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സ്ഥാനമാണ് സഭയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം, ശ്ലീഹന്മാരെക്കാട്ടിലും വലിയ സ്ഥാനമാണ്. ശ്ലീഹന്മാരുടെ റാണിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുക. നമുക്കറിയാം, പെന്തിക്കോസ്തി ദിവസം പരിശുദ്ധാത്മാവ് അമ്മയുടെ മേലും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശ്ലീഹന്മാരുടെ മേലും അമ്മയുടെ മേലുമാണ് ഇറങ്ങി വന്നത്. അതിലൂടെ പരിശുദ്ധ അമ്മ പരിശുദ്ധ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠയായ വ്യക്തിയായിട്ട് മാറുന്നു. മറ്റ് ശ്ലീഹന്മാരെയോ മറ്റ് വിശുദ്ധന്മാരുടെയോ ഒക്കെ സ്ഥാനത്തിൽ നിന്നുമൊക്കെ ഉയർന്ന ഒരു സ്ഥാനമാണ് സഭയിലെ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ രക്ഷാകര ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരമാണ്. രക്ഷാകര ചരിത്രം മുഴുവൻ, ഇസ്രായേലിൻ്റെ നൂറ്റാണ്ടുകളിലുള്ള നീണ്ട ചരിത്രത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം അവസാനം ഇസ്രായേൽ ജനത്തെ എല്ലാം കർത്താവ് ഒരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ, നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടിയിട്ടാണ്. ഒരുക്കമായിരുന്നു, നീണ്ട ഒരുക്കമായിരുന്നു. അപ്പോൾ ആ ഒരുക്കത്തിൻ്റെ അവസാനമാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് തീരുന്നത്. അപ്പോൾ ദൈവപുത്രൻ മനുഷ്യനായിട്ട് തീരുമ്പോൾ ആ വലിയ രക്ഷാകര സംഭവത്തിൽ പങ്കുചേരുന്ന മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതിൽ ദൈവം അവളെ ഏറ്റവും അതിൻ്റെ ഉള്ളിലെ പ്രധാന കഥാപാത്രമായിട്ട് പങ്കുചേർക്കുകയാണ്. വേറൊരു മനുഷ്യ വ്യക്തിക്കും ഇത്രയും വലിയ ഒരു പങ്കുചേരല് ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ലഭിച്ചിട്ടില്ല, പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ. കാരണം എന്താണ്? പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ദൈവം ഗബ്രിയേൽ മാലാഖയെ വിട്ടുകൊണ്ട് അവളോട് ചോദിക്കുകയാണ്, തൻ്റെ പുത്രന് ജനിക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്ന്. അപ്പൊ ഇത്രയ്ക്ക് വലിയ സ്ഥാനം. അവൾ സമ്മതം പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ അമ്മ ആ ദൈവത്തിൻ്റെ പുത്രനെ ജന്മം നൽകുവാനായിട്ട് അവളുടെ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിച്ചു. ഹൃദയത്തിൽ മാത്രമല്ല അവൾ സ്വീകരിച്ചത്, ആ മകന് മനുഷ്യത്വം, മനുഷ്യ സ്വഭാവം നൽകിയത് പരിശുദ്ധ മറിയമാണ്. അതാണ് അവളുടെ പ്രാധാന്യമെന്ന് പറയുന്നത്. രക്ഷാകര സംഭവത്തിലെ അവളുടെ പ്രാധാന്യം അതാണ്. ദൈവപുത്രന് മനുഷ്യനായിട്ട് പിറന്നപ്പോൾ അവന് മനുഷ്യ സ്വഭാവം നൽകിയത്, അവൻ സ്വീകരിച്ചത് ഈ അമ്മയിൽ നിന്നുമാണ്, ഈ മറിയത്തിൽ നിന്നുമാണ്. ആ വലിയ സ്ഥാനമാണ് ദൈവം അവൾക്ക് കൽപ്പിച്ച് നൽകിയത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് അവൾ അമലോത്ഭവയാണ് എന്ന്. അവളിൽ കളങ്കമില്ല. അവൾ ജന്മത്തിൽ തന്നെ ആദ്യ പാപത്തിൽ നിന്ന് വിമുക്തയാണ്. നമ്മൾ മുൻപേ കേട്ട കഥയിൽ നമുക്കറിയാം, ദൈവം
വലിയ കാരുണ്യത്തോടെ ദാനമായി നൽകിയതാണ് അവളെ മാതാപിതാക്കൾക്ക്. അപ്പോൾ അവൾക്ക് എല്ലാ പാപത്തിൽ നിന്നും വിമുക്തയാക്കിക്കൊണ്ട് അവളെ ജന്മപാപത്തിൽ നിന്നും, മറ്റെല്ലാ മനുഷ്യരും ആദ്യ പാപം ആദമിന്റെ പാപത്തിൽ പങ്കുചേരുന്നവരാണ്. എന്നാൽ പരിശുദ്ധ അമ്മയെ അതിൽ നിന്ന് വിമുക്തയാക്കി, കളങ്കരഹിതയാക്കി, അവളെ അമലോത്ഭവയാക്കി ഈ ലോകത്തിലേക്ക് ദൈവം പ്രത്യേകമായിട്ട് വരം നൽകി അയച്ചതാണ്. അതുകൊണ്ട് ആണ് അവൾക്ക് ഈ പാപം ചെയ്യാത്ത, പാപമില്ലാത്ത ഈ ദൈവപുത്രന് പാപമില്ലാത്ത ഒരു ഉദരത്തിലെ ജന്മം എടുക്കുവാനായിട്ട് ഇടയായത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ രക്ഷാകർമ്മത്തിൽ ഇത്രയും കൂടുതൽ പങ്കുചേർന്നത് വേറെ ആരുമല്ല. ഒരു രക്ഷകൻ ജനിക്കുവാനായിട്ട് പങ്കുചേരുകയാണ്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ വലിയ സ്ഥാനം നമുക്ക് ഓർമ്മിക്കാം. അവൾക്ക് ദൈവം കൊടുത്ത വലിയ സ്ഥാനം, അതിനനുസരിച്ച് അവൾ ജീവിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ എല്ലാം അവസാനം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു. തൻ്റെ പുത്രനെ അനുധാവനം ചെയ്ത മാതാവിന് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധ സഭയുടെ വലിയ മകളായിട്ട് അവളെ തീർത്തു. ഇന്നും സഭ അവളെ സഭയുടെ തന്നെ പ്രതിരൂപമായിട്ട് കാണുകയാണ്. ഇങ്ങനെ ആയിരിക്കണം സഭ ജീവിക്കേണ്ടതെന്ന് നമ്മളോട് പറയുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ അവൾ തന്നെ ഒന്നും മനസ്സിലാക്കാതെ സമർപ്പിക്കുകയായിരുന്നു. ഈ സമർപ്പണമാണ് യഥാർത്ഥ വിശ്വാസം. ഈ വിശ്വാസം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയട്ടെ. അവളുടെ ജീവിതം മുഴുവൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആദിമസഭ അവൾക്ക് വലിയ സ്ഥാനം കൊടുത്തിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വലിയ സാക്ഷി എന്ന നിലയിൽ അമ്മയ്ക്ക് നൽകിയ വലിയ സ്ഥാനം, ഇവയൊക്കെ നമുക്ക് ഇന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളിലുമെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ആ അമ്മ നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്കൊരു നല്ല പദ്ധതി തീർച്ചയായിട്ടും കണ്ടുവച്ചിരിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ അവസാനം ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അവൻ നമുക്കെല്ലാം നൽകും എന്നുള്ള ഒരു വലിയ വിശ്വാസം. ഈ വിശ്വാസമാകുന്നു പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചത്. എലിശബ പുണ്യവതി അതുകൊണ്ടാണ് അവളെ പറ്റി പറഞ്ഞത്, ഇതാ ദൈവം പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. മറിയം അതായിരുന്നു. ദൈവം പറഞ്ഞത് വിശ്വസിച്ചവളാണ്, ദൈവത്തിൽ ആശ്രയിച്ചവളാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചവൾ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച അബ്രഹാം. ആ അബ്രഹാമിൻ്റെ മകളായിരുന്നു അവൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകൾ. പുതിയ നിയമത്തിലെ വിശ്വാസികളുടെ എല്ലാം മാതാവാണ് അവൾ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢീകരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ആ മാതൃക നമുക്കുണ്ടാവണം. അവളുടെ ആ മധ്യസ്ഥം നമ്മളെ എപ്പോഴും മുൻപോട്ട് നയിക്കുകയും ചെയ്യട്ടെ.